കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിന് മുന്നിൽ നിന്നും ആരംഭിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക. ക്ഷാമബദ്ധ ശമ്പള കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക. മെഡിക്കൽ പദ്ധതികൾ കാര്യക്ഷമമാക്കുക. ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക. ക്ഷാമബദ്ധ ശമ്പള കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക. മെഡിക്കൽ പദ്ധതികൾ കാര്യക്ഷമമാക്കുക. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഗാഥ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിശോധനകൾ ദീർഘകാലം നമ്മൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടും എല്ലാം നമ്മൾ ഇങ്ങനെ പരിശോധനകൾ നടത്തുകയാണ്. ഒരു നയമാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം. ആ നയം കോർപ്പറേറ്റ് അനുകൂല നയമാണ്. ആ നയം നടപ്പിലാക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടം കഴിയും തോറും കൂടുതൽ പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി സംസ്ഥാനങ്ങൾക്കാകെ ബാധകമാകുന്ന നിലയിലേക്ക് വളർന്നു വരുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രൂപം കൊണ്ട സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ടുമുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെഡറലിസം. ഫെഡറലിസത്തെ ഒരുപാട് പേർ ഒരുപാട് രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒട്ടേറെ പേർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമുക്ക് ലളിതമായി പറഞ്ഞാൽ ഫെഡറലിസം എന്നാൽ ഒരു രാജ്യം ആന്തരികമായി ശക്തിപ്പെടുന്നതിനാവശ്യമായ സംവിധാനങ്ങളും വ്യവസ്ഥകളുമാണ്. ഒരു രാജ്യം ആന്തരികമായി ശക്തിപ്പെടുന്നതിനാവശ്യമായ വ്യവസ്ഥിതിയും സംവിധാനവും ചേർന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ആ ഫെഡറലിസത്തിൽ ഒരു രക്ഷകർത്താവിൻ്റെ റോള് വഹിക്കേണ്ടതാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാർ. സംതൃപ്തമായ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ഉത്തരവാദിത്വമുള്ള കേന്ദ്ര ഗവൺമെൻറ് എന്ന നിലയിൽ ആണ് ആ വ്യാഖ്യാനം വരുന്നത്. തിരുകോടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. കളവ് കൂട്ടുണ്ടോ തിലകം ചാർത്താ. NGO യൂണിയൻ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അർച്ചന ആർ പ്രസാദ് അധ്യക്ഷയായി. NGO യൂണിയൻ നോർത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബൈജുകുമാർ സ്വാഗതം ആശംസിച്ചു. കേരളത്തെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക, വിലക്കയറ്റം തടയുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം,
സരൂർ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. സരൂർ സാനിറ്ററി, ആറ്റിങ്ങൽ.